to all. Today I am going to teach interim reporting. Interim reporting included in Indian Accounting Standard 34 and INT AS 34. എന്താണ് ഇൻറ്ററിയം റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചു, നമ്മൾ സാധാരണ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഇയറിലേക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുക. 1 ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കലണ്ടർ ഇയർ ആവാം, ചിലപ്പോൾ 1 ഏപ്രിൽ ടു 31 മാർച്ച് അതും ആകാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 6 മന്ത്സ് കൂടുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിനെയാണ് നമ്മൾ ഇൻറ്റീരിയം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് 6 മന്ത്സിലേക്ക് വേണ്ടി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജൂൺ ടു ഡിസംബർ, ജൂണിൽ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യും, ഡിസംബറിൽ. കലണ്ടർ ഇയർ ആണെങ്കിൽ ജൂണിലും ഡിസംബറിലും, അപ്പോൾ 6 മന്ത്സിൽ കൂടുമ്പോൾ പ്രിപ്പയർ ചെയ്യും. അല്ലെങ്കിൽ സെപ്റ്റംബറിലും മാർച്ചിലായിട്ട്, അപ്പോൾ അത് 6 മന്ത്സ് ആവും. സെപ്റ്റംബർ കഴിഞ്ഞിട്ട് പിന്നെ 6 മന്ത്സ് കഴിഞ്ഞിട്ടാണ് മാർച്ച്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലാണ്ട് 1 ഇയർ ഫുള്ള് വെയിറ്റ് ചെയ്യാണ്ട് 6 മന്ത്സിൽ പ്രിപ്പയർ ചെയ്യുക. 6 മന്ത്സ് തന്നെ വേണമെന്നില്ല, ലെസ് ദാൻ 1 ഇയർ. 1 ഇയറിൽ കുറവായിട്ട് സാധാരണ അത് 6 മന്ത്സിലേക്കാണ് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് നോക്കാം. ഇൻ ഓർഡർ ടു മേക്ക് ഇക്കണോമിക് ഡിസിഷൻസ് എടുക്കാനായിട്ട് യൂസേഴ്സിന് 1 ഇയറിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ആൻ എൻറ്റിറ്റി ദേ കനോട്ട് വെയിറ്റ് എ ഫുൾ ഇയർ. Therefore, companies generally publish interim financial report usually at the end of the 6 months. Usually 6 months കൂടുമ്പോഴാണ്. അതായത് ജൂണിൽ ഒരെണ്ണം ഇത് ചെയ്യും, പിന്നെ ഡിസംബറിൽ, അതായത് കലണ്ടർ ഇയറിലാവുമ്പോഴാണ് ജൂണിലും ഡിസംബറിലും വരാം, അല്ലെങ്കിൽ സെപ്റ്റംബറിലും മാർച്ചിലും. അപ്പോൾ 6 മാസമായില്ലേ. Interim reporting improve the ability of the investors, creditors and other to understand entity capacity to generate earnings and cash flow and its financial condition and liquidity. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇൻറ്ററിയം റിപ്പോർട്ടിംഗ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. The objective of this standard is to prescribe the minimum content of interim financial report and the recognition and measurement of principles of an interim financial report. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മിനിമം കണ്ടൻറ്റ് ഓഫ് എൻ ഇൻറ്റീരിയം ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്യുക, ആൻഡ് റെക്കഗ്നൈസേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഫോർ ഇൻറ്റീരിയം ഫിനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയെന്ന് മെഷർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സ്കോപ്പാണ്. സ്കോപ്പിൽ പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 34 അല്ലെങ്കിൽ INT AS 34 അനുസരിച്ച് നമ്മുടെ ഈ ഇൻറ്റീരിയം റിപ്പോർട്ടിംഗ് ഈ കമ്പൽസറി അല്ല. പക്ഷേ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് ഇൻറ്റീരിയം റിപ്പോർട്ടിംഗ് പബ്ലിഷ് ചെയ്യാനാണ് പറയുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷൻസ് കുറച്ച് നോക്കാം. ഇൻറ്റീരിയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ ഡെഫിനിഷൻ. Interim financial reporting means a financial report containing either a complete set of financial statement or a set of condensed financial statement for an interim period. അതായത് ഇൻറ്റീരിയം പീരീഡിൽ, അതായത് ഞാൻ പറഞ്ഞു 6 മന്ത്സിനെയാണ് നമ്മൾ ഇൻറ്റീരിയം പീരീഡ് എന്ന് പറയുന്നത്. ഈ 6 മന്ത്സിൽ ചിലപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ചില കേസിൽ അത് കണ്ടൻസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, ഫുൾ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കില്ല. ഏറ്റവും നെസസറി, അതായത് മിനിമം ആയിട്ട് വേണ്ട ഐറ്റംസ് മാത്രമായിട്ട് സബ്മിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻറ്റീരിയം ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ചിലപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും, ചില കേസുകളിൽ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട എല്ലാ ഐറ്റംസും ഈ റിപ്പോർട്ടിലുണ്ടാവും. ചില കേസിൽ മിനിമം ആയിട്ട് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. എന്താണ് ഒരു ഇൻറ്റീരിയം പീരീഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു യൂഷ്വലി 6 മന്ത്സ് കൂടുമ്പോഴാണ് ഇൻറ്റീരിയം റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പക്ഷെ അങ്ങനെ തന്നെ വേണമെന്നില്ല. ഇൻറ്റീരിയം പീരീഡ് ഈസ് എ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡ് ഷോർട്ടർ ദാൻ എ ഫുൾ ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ 1 വർഷത്തേക്ക് കാത്തു നിൽക്കാതെ 1 വർഷത്തിന് താഴെയായിട്ട് എന്ന് പ്രിപ്പയർ ചെയ്താലും, ഫിനാൻഷ്യൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പ്രിപ്പയർ ചെയ്താലും നമ്മളതിനെ ഇൻറ്റീരിയം പീരീഡ് എന്നാണ് പറയുക. അതിന് പറയുന്നതാണ് ഇൻറ്റീരിയം പീരീഡ്. നെക്സ്റ്റ്, മിനിമം കമ്പോണൻസ് ഇൻ ഇൻറ്റീരിയം ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഇൻറ്റീരിയം ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ മിനിമം ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണമെന്നാണ്. മിനിമം ആയിട്ട് വേണ്ടത് കണ്ടൻസ്ഡ് ബാലൻസ് ഷീറ്റ്, എ കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, a condensed statement of change in equity,
എ കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ, സെലക്റ്റഡ് എക്സ്പ്ലോണറ്ററി നോട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് മിനിമം ആയിട്ടുള്ളത് വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു ചില കേസിൽ ഫുൾ ഡീറ്റെയിൽസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഫുൾ ഇൻഫർമേഷൻ ഉണ്ടാവും. പക്ഷേ ചില കേസിൽ മിനിമം ആയിട്ടുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ മിനിമം കമ്പോണൻസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ മിനിമം ആയിട്ട് വേണ്ടതുള്ളത് ബാലൻസ് ഷീറ്റ്, കണ്ടൻസ്ഡ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടൻസ്ഡ്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി കണ്ടൻസ്ഡ്, അതുപോലെ കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ, സെലക്ട് എക്സ്പ്ലോണറ്ററി നോട്ട്. ഇത്രയും ഐറ്റംസാണ് മിനിമം ആയിട്ട് നമ്മൾ ഇൻറ്റീരിയം റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഐറ്റംസ്. നെക്സ്റ്റ്, ഫോം ആൻഡ് കണ്ടൻറ്റ് ഓഫ് ഇൻറ്റീരിയം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്തൊക്കെയാണ് കണ്ടൻറ്റായിട്ട് വേണ്ടതെന്ന് സിറ്റുവേഷൻ 1 പറയുന്നത്, if an entity published a complete set of financial statement as it Indian financial report, the form and content should conform to the requirement of INT AS 1. അതായത് ഇപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ഐറ്റംസ്, അതായത് ഇൻറ്റ് ASൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള എല്ലാ ഐറ്റംസും അതിൽ കൺഫേം ആയിരിക്കും. നെക്സ്റ്റ് സിറ്റുവേഷൻ 2, if an entity published a set of condensed financial statement in its interim financial statement, it should include the following as minimum. മിനിമം ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ അനുസരിച്ച് പറയുന്നത് ഫുൾ റിപ്പോർട്ട് വെക്കുന്നുണ്ട്. സെക്കൻഡ് സിറ്റുവേഷനാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്, each of the heading and subheading that are included in its most recent annual financial statement. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ള ഹെഡും സബ് ടോട്ടൽസും നമ്മൾ ഏതിൽ ഇൻക്ലൂഡ് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ. പിന്നെ ദ സെലക്റ്റഡ് എക്സ്പ്ലോണറ്ററി നോട്ട്സ് അതും ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ്, അഡീഷണൽ ലൈൻ ഐറ്റംസ് ഓർ നോട്ട് ഷുഡ് ബി. ഇപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസോ അല്ലെങ്കിൽ നോട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ്, ബേസിക് ആൻഡ് ഡൈലൂട്ടഡ് ഏണിംഗ് പെർ ഷെയർ ഷുഡ് ബി പ്രസൻറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഡൈലൂട്ടഡോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഏണിങ്സ് അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഈ ഇൻറ്റീരിയം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മിനിമം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 34ഉം ഇന്ത്യ AS 34ഉം അനുസരിച്ച് പറയുന്നത് മൈനർ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏത് ഇൻറ്റീരിയം റിപ്പോർട്ടിങ്ങിൽ. അല്ലാത്ത കേസുകളിൽ ഈ ഐറ്റംസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ പോളിസീസിലോ അല്ലെങ്കിൽ മെത്തേഡ്സിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇൻറ്റീരിയർ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ്സ് എബൌട്ട് സീസണാലിറ്റി, ഇൻറ്റീരിയം ഓപ്പറേഷൻസ് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അൺയൂഷ്വൽ ചേഞ്ചസ് ഡ്യൂ ടു നേച്ചർ, സൈസ്, ഇൻസിഡൻറ്റ് അങ്ങനെയൊക്കെ വരണമെങ്കിൽ ആ ഐറ്റംസും നമ്മൾ ഇൻറ്റീരിയർ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ദ നേച്ചർ ആൻഡ് എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് റിപ്പോർട്ടഡ് ഇൻ പ്രിയർ ഇൻറ്റീരിയം പീരീഡിന് മുമ്പായിട്ട് എന്തെങ്കിലും നേച്ചറോ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ചേഞ്ചോ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻഷുറൻസ്, റീപർച്ചേസ്, റീപേയ്മെൻറ്റ് ഇങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ ഇക്വിറ്റിയോ ഡെപ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ റീപേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ഇൻറ്റീരിയർ റിപ്പോർട്ടിൽ ഡിവിഡൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഇൻഫോം ചെയ്യണം. സെഗ്മെൻറ്റ് റവന്യൂ ആൻഡ് സെഗ്മെൻറ്റ് റിസൾട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റോ ഏതെങ്കിലും സെഗ്മെൻറ്റിൻ്റെ വന്നേക്കണ റവന്യൂകളോ അതിൻ്റെ റിസൾട്ടോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. മെറ്റീരിയൽ ഈവൻറ്റ് സബ്സിക്വൻറ്റ് ടു ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ദി കമ്പോസിഷൻ ഓഫ് ദി അണ്ടർടേക്കിങ്ങിൻ്റെ എന്തെങ്കിലും കമ്പോസിഷനിൽ അതിൻ്റെ ആ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ചേഞ്ചസ് കറണ്ട് ലൈബിലിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ, കണ്ടിജൻ്റ് അസറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇൻറ്റീരിയർ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ്, എക്സാമ്പിൾ ഓഫ് ടൈപ്പ് ഓഫ് ഡിസ്ക്ലോഷർ റിക്വയർഡ് അതിൻ്റെ എക്സാമ്പിളുകളാണ് പറയുന്നത്. അതായത് ദ റൈറ്റ് ഡൗൺ ഓഫ് ഇൻവെൻട്രീസ് ടു ദി നെറ്റ് റിലൈസബിൾ വാല്യൂ,
റെക്കഗ്നൈസേഷൻ ഓഫ് ലോസ്, ഇങ്ങനത്തെ ഇതൊക്കെയാണ് അതിൻ്റെ ഇപ്പം ഈ നേരത്തെ പറഞ്ഞതിൻ്റെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസിന് എക്സാമ്പിൾ. ഇപ്പോൾ കമൻസ് ഫോർ ദി പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി, ഇപ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ് ഇത് എന്തെങ്കിലും വാങ്ങിയിട്ട് അതിന് വന്നേക്കണ കമ്മിറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അക്വിസിഷൻ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വിൽക്കുകയോ, ലൈക്ക് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഐറ്റംസ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, ഇങ്ങനത്തെ ഐറ്റംസും കൂടിയും ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ എക്സാമ്പിളാണ് ഈ തന്നേക്കുന്നത്. നെക്സ്റ്റ് ഇൻറ്റീരിയർ റിപ്പോർട്ടിംഗ് പീരീഡ്, ഏതൊക്കെ പീരീഡിലാണ് നമ്മൾ ഇൻറ്റീരിയർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബാലൻസ് ഷീറ്റ് ആസ് ഓഫ് ദി എൻഡ് ഓഫ് ദി കറണ്ട് ഇൻറ്റീരിയർ പീരീഡ്. കറണ്ട് ഇൻറ്റീരിയർ പീരീഡിൽ ബാലൻസ് ഷീറ്റ് ആൻഡ് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ആസ് ഓഫ് ദി എൻഡ് ഓഫ് ദി ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. തൊട്ട് മുമ്പിലത്തെ വർഷത്തെ ബാലൻസ് ഷീറ്റും ഈ ഇൻറ്റീരിയർ പീരീഡിൻ്റെ ബാലൻസ് ഷീറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റ് ആസ് ഓഫ് ദി എൻഡ് ഓഫ് ദി കറണ്ട് ഇൻറ്റീരിയർ പീരീഡ്, നമ്മളുടെ ഇൻറ്റീരിയർ പീരീഡിൻ്റെ ബാലൻസ് ഷീറ്റും ആൻഡ് എ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ആസ് ഓഫ് ദി എൻഡ് ഓഫ് ദി ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. നമ്മളുടെ ഫിനാൻഷ്യൽ ഇയറിന് തൊട്ട് മുമ്പുള്ള ഇയറിലെ ബാലൻസ് ഷീറ്റും നമ്മൾ വെക്കണം. നെക്സ്റ്റ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി കറണ്ട് ഇൻറ്റീരിയർ പീരീഡ്, കറണ്ട് പീരീഡിലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യുമുലേറ്റീവ്ലി ഫോർ ദി കറണ്ട് ഫിനാൻഷ്യൽ ഇയർ വിത്ത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ കമ്പാരിറ്റീവ് ഇൻകം ഓഫ് ദി ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ആ ഇൻറ്റീരിയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിലെയും അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഫോർ ദി കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ടു ദി ഡേറ്റ് വിത്ത് കമ്പാരിറ്റീവ് ഇൻകം പ്രീവിയസ് ഇയറിലെ ഇമ്മീഡിയറ്റ്ലി പ്രീവിയസ് ഇയറിലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇക്വിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും അതിൻ്റെ റിപ്പോർട്ടും നമ്മൾ ഇൻറ്റീരിയർ റിപ്പോർട്ടിങ്ങിൽ വെക്കേണ്ട ആ ഒരു ടൈമിൽ വെക്കേണ്ടതാണ്. ചേഞ്ച് ഇൻ ഇക്വിറ്റി ക്യുമുലേറ്റീവ്ലി ഫോർ ദി കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ടു ദി ഡേറ്റ് വെൻ എ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇയർ ടു ഡേറ്റ് പീരീഡ് ഓഫ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. എന്തെങ്കിലും നമ്മൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റിയിൽ വെക്കണം. ലാസ്റ്റായിട്ട് വെക്കേണ്ടത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യുമുലേറ്റീവ്ലി ഫോർ ദി കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ടു ദി ഡേറ്റ്. അതായത് എന്നാണോ ഇൻറ്റീരിയർ റിപ്പോർട്ട് വെക്കേണ്ടത് അന്ന് വരെയുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും വിത്ത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഇമ്മീഡിയറ്റ്ലി പ്രീവിയസ് ഇയറിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും കൂടിയും കമ്പാരിസണിന് വേണ്ടി വെക്കണം. അപ്പോൾ ഇൻറ്റീരിയർ റിപ്പോർട്ടിൻ്റെ ടൈമിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും പ്രിസീഡിങ് ഇയറിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ഐറ്റംസാണ് വേണ്ടത്? നമുക്ക് ബാലൻസ് ഷീറ്റ് ആ ഇൻറ്റീരിയർ പീരീഡ് വരെയുള്ള ബാലൻസ് ഷീറ്റും പ്രീവിയസ് ഇയറിലെയും, അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റീരിയർ പീരീഡ് വരെയുള്ളതും പ്രീവിയസ് ഇയറിലെയും, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇക്വിറ്റി ഇതുവരെയുള്ളതും പ്രീവിയസ് ഇയറിലെയും. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യുമുലേറ്റീവ്ലി ഫോർ ദി കറണ്ട് ഇയറിൽ ആ ടൈമിൽ ഇൻറ്റീരിയർ പീരീഡ് വരെയുള്ളതിൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇൻറ്റീരിയർ റിപ്പോർട്ടിംഗ് പീരീഡിൽ വെക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പം നമുക്ക് എന്താണ് ഇൻറ്റീരിയർ റിപ്പോർട്ടിംഗ് എന്ന് മനസ്സിലായില്ലേ? അതായത് സാധാരണ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 1 ഇയറിലേക്കാണ്, അത് കലണ്ടർ ഇയർ ആവാം, അതായത് ഫസ്റ്റ് ജനുവരി ടു ഡിസംബർ വരെ, ജനുവരി ടു ഡിസംബർ കലണ്ടർ ഇയർ ആവാം. അപ്പം നമ്മൾ ഫസ്റ്റ് റിപ്പോർട്ടിംഗ് സബ്മിറ്റ് ചെയ്യണത് എന്താ? ജൂണിലും ഡിസംബറിലും അയക്കാം. 6 മാസം കൂടുമല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ അത് ഫസ്റ്റ് ഏപ്രിൽ ടു 31 മാർച്ച് ആണെങ്കിൽ നമ്മൾ സെപ്റ്റംബറിലും മാർച്ചിലും ആയിട്ട് 6 മന്ത്സ് കൂടുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണതാണ് ഇൻറ്റീരിയർ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് 6 മന്ത്സ് തന്നെ ആവണമെന്നില്ല, നമുക്ക് ലെസ് ദാൻ 1 ഇയറിനുള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ അതിനെ നമ്മൾ ഇൻറ്റീരിയർ റിപ്പോർട്ടിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. യൂഷ്വലി അത് പ്രിപ്പയർ ചെയ്യുന്നത് 6 മന്ത്സിലേക്ക് വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു.